ആകാംക്ഷയോടെ കാത്തിരുന്ന തിരുവിരുന്നിലേക്ക് സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷാണോ? എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ദിവസമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കുട്ടികളായിരുന്നോ നിങ്ങള്? ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല കുട്ടികളായിരുന്നോ? ടീച്ചർമാർ പറയുന്നതും പേരൻസ് പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിച്ചോ? ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുട്ടികളായിരുന്നു അല്ലേ? പഠിക്കാനൊക്കെ കുറേ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? പഠിച്ചു മടുത്തോ? മടുത്തില്ല. അപ്പം മടുക്കാതെ പോകാനായിട്ട് ആര് നമ്മളെ സഹായിക്കുന്നുണ്ട്? ഈശോ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ഇന്നത്തെ ദിവസം നമുക്കൊരു കളി കളിച്ചാലോ? ഇഷ്ടമല്ലേ? ഓക്കെ, നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ 2 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കളിക്കുക. ഒന്ന് ബോയ്സിനും ഒന്ന് ഗേൾസിനുമായിട്ട്. അപ്പോൾ കളിക്കുമ്പോൾ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എത്ര കുട്ടികൾ വേണമെന്നറിയോ? 5 പേര് വേണം. എത്ര പേര് വേണം? 5 പേര്. കളിയുടെ നിയമങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ 4 കുട്ടികളുടെ കണ്ണ് കെട്ടും. ഒരു ഗ്രൂപ്പിലെ 4 കുട്ടികളുടെ കണ്ണ് നമ്മൾ കെട്ടും. ഒരാളുടെ മാത്രം കണ്ണ് കെട്ടില്ല. എന്നിട്ട് നമ്മൾ വരിയായിട്ട് അങ്ങ് നിൽക്കും. നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലൊരു ബോൾ തരും. ബോൾ തരുമ്പോൾ ഈ മുൻപിൽ നിൽക്കുന്ന കുട്ടിയുടെ കണ്ണ് കെട്ടിയ മുമ്പിൽ നിൽക്കുന്ന കുട്ടിയുടെ കയ്യിലായിരിക്കും ബോൾ കൊടുക്കുക. പുറകിൽ നിൽക്കുന്ന കണ്ണ് തുറന്നു നിൽക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ആ കുട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നിങ്ങൾ മുൻപോട്ട് പോകണം. മുൻപോട്ട് പോയി കഴിഞ്ഞ് അവിടെ നിങ്ങൾക്കൊരു വേണ്ടി ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ, ഈ ബക്കറ്റിൽ നിങ്ങൾ കൊണ്ട് ബോൾ ഇടുക. അപ്പം ബോയ്സ് ആണോ ഗേൾസ് ആണോ ഏറ്റവും ആദ്യം ഇടുക? നമുക്ക് നോക്കാം. റെഡിയല്ലേ? കളിക്കാൻ റെഡിയല്ലേ? ഓക്കെ. നിങ്ങൾക്കറിയാവുന്ന ഒരു കൊച്ചു പാട്ട് ഞാൻ പാടട്ടെ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീ ഒന്ന് വാവാ, കൂടെ കളിക്കാൻ വാവാ. എന്താ, നമുക്കും ഈശോയുടെ കൂടെ ഒരു കളി കളിച്ചാലോ? ഇന്ന് ബോയ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 5 പേര് വേണം. വെരി ഗുഡ്. ഗേൾസിൻ്റെ വശത്തുനിന്ന് ഒരു 5 പേര് വേണം. ഓക്കെ, ഗേൾസ് ആ വശത്ത് നിൽക്കുക, ബോയ്സ് ഈ വശത്തേക്കും വരാം. അപ്പം കളി നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പം ഇവിടെ ഇരിക്കുന്നവർ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ആദ്യത്തെ ഭാഗം ആരാ കളിക്കുക? ഗേൾസ്. ഓക്കെ, ഞാൻ അവരുടെ കയ്യിൽ ബോൾ കൊടുക്കാൻ പോവാണ്. സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങൾ തുടങ്ങണം കേട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. നല്ല സ്പീഡിലാണ് ഇതെങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് അവരുടെ കണ്ണുകൾ കഴിക്കാം. ഒരിക്കൽ കൂടി ഇവർക്കൊരു ക്ലാപ്പ് കൊടുത്തേ. ഇനി നിങ്ങൾ ഗേൾസ് പോയിരുന്നുള്ളൂ കേട്ടോ. അടുത്തത് ഇനി ബോയ്സിൻ്റെ സെക്ഷനാണ്. അവരുടെ കയ്യിലും ഞാൻ ഈ ബോള് കൊടുക്കുകയാണ്. നോക്കരുത് കേട്ടോ. ബോൾ പിടിച്ചോ. ഓക്കെ, ബോയ്സ് റെഡി ആണല്ലോ? ഞാൻ സ്റ്റാർട്ട് പറയുമ്പം നിങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങണം. റെഡിയല്ലേ? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. തട്ടരുത്, മെല്ലെ മെല്ലെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നിങ്ങളുടെ കണ്ണുകളുടെ കെട്ടഴിക്കാം. നിങ്ങൾക്ക് സ്ഥലത്ത് പോയിരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു കളി? കളിച്ചവരൊന്ന് പറഞ്ഞേ, എങ്ങനെയുണ്ടായിരുന്നു കളി? ഇഷ്ടപ്പെട്ടോ? കളിച്ചപ്പോൾ എന്ത് തോന്നി? ജയിക്കോ തോക്കോ എന്നുള്ളൊരു ഭയം. ജയിക്കോ തോക്കോ എന്ന് ഭയം തോന്നി. ഓനെന്ത് തോന്നി? പേടി തോന്നി. ഓക്കെ, എന്നാ തോന്നിയത്? പുറകിൽ ആളുള്ളതുകൊണ്ട് ഒരു ധൈര്യം തോന്നി അല്ലേ? അപ്പം നമ്മൾ കളിയിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എന്ത് കളി കളിച്ചാലും അവിടെയൊക്കെ ആരുടെ കൂടെയാണ് നമ്മൾ കളിക്കേണ്ടത്? ഈശോയുടെ കൂടെ
നമ്മൾ കളിക്കണം. അപ്പോൾ ഈ ഗെയിമിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായത്? ഇപ്പം ഒരാൾ പറഞ്ഞു ഭയം തോന്നി, ഒരാൾ പറഞ്ഞു ശരിയാ പേടിയുണ്ടായിരുന്നു, പിന്നെ വേറൊരാൾ പറഞ്ഞു ഒരു ധൈര്യം തോന്നി. ആരാ? എന്തുകൊണ്ട്? പുറകിൽ ഒരാളുള്ളത് കൊണ്ട് ഒരു ധൈര്യം തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കളിയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് എന്തുണ്ടാവില്ല? ഭയമോ പേടിയോ ഉണ്ടാവില്ല. മാത്രമല്ല നമുക്ക് എന്താ തോന്നുക? നമുക്കുള്ളിലൊരു ധൈര്യം തോന്നും. അപ്പം നമ്മൾ കൊച്ചു കളിയെ കളിച്ചതെങ്കിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആരോട് ചേർന്നിരിക്കണം? ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പം നമുക്ക് നല്ല കുട്ടികളായിട്ട് മിടുക്കരായിട്ട് മുൻപോട്ട് പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ ഓരോ കളിയിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നല്ല മക്കളായി തീരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നന്മ ചെയ്തു കടന്നുപോയ അനേകം വ്യക്തികളെ നമുക്കറിയാമല്ലോ. അവരെ പോലെ നന്മയിൽ വളരാൻ ഈ സെഗ്മെന്റ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ പുതിയൊരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. കണ്ടോ എല്ലാവരും? കണ്ടോ? ഇതെന്ത് ചെടിയാണെന്നറിയാമോ? എന്ത് ചെടിയാ? നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ തിരുഹൃദയ ചെടി എന്ന് പറയും. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ ചെടിയുടെ പ്രത്യേകതകളൊന്ന് പറയാവോ? ഇല്ലേ, കുറേ പ്രത്യേകതകളൊക്കെ ഇല്ലേ ഈ ചെടിക്ക്? ഒന്ന് പറയാവോ? എന്തൊക്കെ നല്ല നിറമുള്ള ചെടിയാണ് അല്ലേ? നല്ല ഫ്രഷ് ആണ്. വെരി ഗുഡ്. പിന്നെ ഇതിന്റെ ഇലയ്ക്ക് ഹൃദയത്തിന്റെ ഷേപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിരുഹൃദയ ചെടി എന്നൊക്കെ പറയുന്നത്. ഇതിന് ജീവനുണ്ട്. ഇതിന് നല്ല ജീവനുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഫ്രഷ് ആണ്, നല്ല നിറമുണ്ട്, പിന്നെ ഇതിന് ജീവനുണ്ട് അല്ലേ? അപ്പം ഈ ചെടിക്ക് ഇത് നല്ല നിറം എല്ലാം ഉണ്ട്. ഇനി ഇതിന് എന്തൊക്കെ സാധ്യതകൾ ഇനിയുണ്ട്? ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെടിക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്? ഇനിയും വളരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിന് ഇനിയും ഉയരം വെക്കാനായിട്ട് അല്ലേ? നമ്മൾ ചെടി നല്ല ചെടിയാണെങ്കിൽ വെള്ളവും വളമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉയരമൊക്കെ വെക്കൂ അല്ലേ? പിന്നെയോ ഇതിന് ഇനിയും ഇലകൾ വരും. പിന്നെ അപ്പം ഈ ചെടിക്ക് ധാരാളം സാധ്യതകൾ ഇനിയുണ്ട്. ഇനി ഞാൻ വേറൊരു ചെടി കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതേത് ചെടിയാന്ന് പറയാമോ? ഇത് തിരുഹൃദയ ചെടി തന്നെയാണ്. ഇനി ഇതിനും കുറെ പ്രത്യേകതകളില്ലേ? ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇതിന് ജീവനില്ല. പിന്നെയോ ഒരു ഭംഗിയില്ല, നിറമില്ല. ഇതിന് ഒരു നിറവുമില്ല. നിറമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല അല്ലേ? ഇനി ഇതിനെന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇനി ഇത് വളരാനായിട്ടുള്ള സാധ്യതകളൊന്നും ഇല്ല. പിന്നെ ഇത് എന്തിനേ പറ്റുള്ളൂ? ഇത് കുറച്ച് കഴിയുമ്പം എന്തായി പോവും? ഉണങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ വല്ല ഉപകാരം ഉണ്ടോ? ഇല്ല. പിന്നെന്തേ പറ്റുള്ളൂ? മോൻ പറഞ്ഞ പോലെ ഇതിനെല്ലാം കൂടെ വാരി കൂട്ടിയെടുത്ത് കത്തിച്ച് കളയാനേ പറ്റുള്ളൂ. അപ്പം നോക്കിക്കേ, നമ്മുടെ മുമ്പിൽ ഈ രണ്ട് ചെടിയുമുണ്ട്. ഇതിൻ്റെ ശാഖയോട് ചേർന്നിരുന്നപ്പം ഇതെങ്ങനെയുണ്ടായിരുന്നു? ഫ്രഷ് ആയിരുന്നു അല്ലേ? ഇപ്പം പക്ഷേ ഇത് എവിടെയുള്ളത്? അതിൽ നിന്നും അകന്ന് മാറിപ്പോയി. കണ്ടോ? ഈ ചെടി നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോയോട് ചേർന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ തായ്തണ്ടിനോട് കണ്ടോ? ഇതിൻ്റെ തണ്ട് കണ്ടോ? ഈ തായ്തണ്ടിനോട് ചേർന്നിരുന്ന എല്ലാ ശാഖകൾക്കും, കൊച്ചു ശാഖയാണെങ്കിൽ പോലും അതിനൊക്കെ ജീവനുണ്ട്. അത് ഫ്രഷാണ്, നല്ല നിറമുണ്ട്, എല്ലാം ഉണ്ടല്ലേ? പക്ഷേ ഈ ശാഖയിൽ നിന്നും ഈ തായ്തണ്ടിനോട് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ ചെടിക്ക് എന്തു പറ്റി? ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും മാറിപ്പോയി അല്ലേ? ഇതിൻ്റെ സാധ്യതകളൊക്കെ നഷ്ടപ്പെട്ടു. ഈ ചെടി ഇനി ഒന്നിനും പറ്റില്ല. ഇതുപോലെ നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നാൽ നമ്മുടെ ജീവിതത്തിലും സാധ്യതകൾ ധാരാളമുണ്ട് അല്ലേ? ഇതുപോലെ ഒരു ചെടിയുമായിട്ട് ഈശോ തൻ്റെ ജീവിതത്തെ തന്നെ ഉപമിക്കുന്ന ഒരു കാര്യം ബൈബിൾ പറയുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാവോ? മുന്തിരിച്ചെടിയായിട്ട് ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് അല്ലേ? അപ്പം ഈശോയോട് ചേർന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വലിയ സാധ്യതകളുണ്ട്.
ഇനി ഈശോയിൽ നിന്ന് മാറിപ്പോകുന്ന ശാഖകളോ, മുന്തിരിച്ചെടിയാകുന്ന തണ്ടിൽ നിന്നും മാറിപ്പോകുന്ന ശാഖകൾക്ക് എന്ത് സംഭവിക്കുന്ന ബൈബിളിൽ പറയുന്നത്? അതിനെ വെട്ടിക്കളഞ്ഞ് വാരിക്കൂട്ടി എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? തീ കത്തിച്ച് കളയാനേ പറ്റുള്ളൂ. ഒരു ഉപകാരവും ഇല്ല. അപ്പോൾ ഈ തണ്ടിൽ നിന്ന് മാറിപ്പോയതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പം നമ്മൾ ആരോട് ചേർന്നിരിക്കണം? ഈശോയോട് നമ്മൾ ചേർന്നിരുന്നാൽ നമ്മുടെ ജീവിതവും ഇതുപോലെ വലിയ നന്മകൾ നിറയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ഇനി ഇതുപോലെ തന്നെ ഈശോയുടെ എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ? അതിലെല്ലാവരും ഈശോയോട് ചേർന്നായിരുന്നു ഇരുന്നേച്ചത്? അല്ല. എത്ര പേര് ഈശോയോട് ചേർന്നിരുന്നു? 11 പേര്. അതിലൊരാളായിരുന്നു യൂദാസ് കറിയാത്ത. യൂദാസ് കറിയാത്തയ്ക്ക് എന്താ പറ്റിയത്? ഈശോയെ വഞ്ചിച്ചു, ഈശോയിൽ നിന്ന് അകന്നുപോയി. അവസാനം അയാളുടെ ജീവിതം തന്നെ നശിച്ചുപോയി. അതേസമയം ഈശോയോട് ചേർന്നിരുന്ന ഈ 11 ശിഷ്യന്മാരുടെയും ജീവിതം പിന്നീട് എന്തായി? തിരുസഭയിൽ വലിയ ഫലങ്ങളുണ്ടായില്ലേ? അവർ ഈശോയോട് ചേർന്നായിരുന്നു വെച്ചത്. പത്രോസ്ലീഹ അതിൻ്റെ ഇടയിൽ ചില കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചെങ്കിലും വീണ്ടും ഇല്ല, നമുക്കറിയാം ഈശോ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു? 3 പ്രാവശ്യം. പക്ഷേ അതിലൊക്കെ അനുതപിച്ച് വീണ്ടും പത്രോസ്ലീഹ നമ്മുടെ ആദ്യത്തെ ആരായി മാറി? ആദ്യത്തെ മാർപ്പാപ്പയായി മാറിയില്ലേ? അപ്പോൾ ദൈവത്തോട് ചേർന്നിരുന്ന എല്ലാവർക്കും അതിൻ്റെ ഇടയിൽ തെറ്റുകൾ പറ്റാം, കുറ്റങ്ങൾ പറ്റാം. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നുള്ള പോകാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ പോകുമ്പം നമ്മുടെ ജീവിതവും ഇതുപോലെ വലിയ നന്മകൾ പുറപ്പെടുവിക്കും. അപ്പം നമുക്കറിയാം തോമാസ്ലീഹ നമ്മുടെ കേരളത്തിൽ വന്നു അല്ലേ? എവിടെയായിരുന്നു അവരൊക്കെ ജനിച്ചത്? ഏതോ അങ്ങ് നാട്ടിൽ ജനിച്ച അവർ നമ്മുടെ നാട്ടിൽ വന്ന് സുവിശേഷം പറയാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഈശോയോട് ചേർന്നിരുന്നാൽ നമ്മുടെ ജീവിതവും ഒത്തിരിയേറെ സാധ്യതകളുള്ള ഒരു ജീവിതമായി മാറും. ഇനി ഒരു കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടമാണോ? എന്നാൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഞാനൊരു കഥ പറയാം. അപ്പുക്കുട്ടൻ എന്നാണ് ഈ കഥയിലെ കുട്ടിയുടെ പേര്. അപ്പുക്കുട്ടൻ ഒരിക്കൽ ചന്തയിലേക്ക് അമ്മയോടൊപ്പം പോയി. ചന്തയിൽ എന്തൊക്കെ ഉണ്ടാവും? മീനൊക്കെ ഉണ്ടാവും, പച്ചക്കറികൾ ഉണ്ടാവും, കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് ചന്തയിൽ കാണാം അല്ലേ? പക്ഷേ അപ്പുക്കുട്ടൻ്റെ അമ്മ മീൻ മേടിക്കുന്നുണ്ട്, പച്ചക്കറി മേടിക്കുന്നുണ്ട്, അതുപോലെ പഴങ്ങൾ മേടിക്കുന്നുണ്ട്, എല്ലാം മേടിക്കുന്നുണ്ട്. പക്ഷെ അപ്പുക്കുട്ടൻ എവിടെയായിരിക്കും ശ്രദ്ധ പോയിട്ടുണ്ടാവുക? കളിപ്പാട്ടങ്ങളിലേക്കാണ് അപ്പുക്കുട്ടൻ്റെ ശ്രദ്ധ പോയിട്ടുള്ളത്. അപ്പുക്കുട്ടൻ ഇങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് അവൻ ഒരു സാധനം കണ്ടു. എന്താണെന്നറിയണോ? നല്ലൊരു പട്ടം, നല്ല ഭംഗിയുള്ള നല്ലൊരു പട്ടം. ഈ പട്ടം ഇവനെന്ത് ചെയ്തു? അമ്മയോട് ചോദിച്ച് മേടിച്ചു. അങ്ങനെ അവർ വീട്ടിലെത്തിയപ്പോഴേക്കും സന്ധ്യയായി. പിന്നെ പട്ടം പറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അവനെന്ത് ചെയ്തു? അത് വളരെ ഭദ്രമായിട്ട് ഒരു കട്ടിലിനടിയിൽ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. എന്തിനു വേണ്ടിയിട്ടാ? നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? പട്ടം പറപ്പിക്കണം. അങ്ങനെ അവൻ എങ്ങനെയും ഒന്ന് രാവിലെ ആയാൽ മതി. രാവിലെ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? തൻ്റെ ഈ പട്ടം ഒന്ന് പറപ്പിക്കാനായിട്ട്. അങ്ങനെ അവൻ കടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഇവൻ ചാടി ഓടിപ്പോയി എന്തെടുത്തിട്ടുണ്ടാവും? ഈ പട്ടം എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഒരൊറ്റ ഓട്ടം. എന്നിട്ട് അവൻ നോക്കി, ആകാശത്തേക്കൊക്കെ നോക്കി. അപ്പം നോക്കുമ്പോൾ നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായി. ഇവനെന്ത് ചെയ്തു? ഈ പട്ടത്തിൻ്റെ, നമുക്കറിയാമല്ലോ പട്ടം പറപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ അല്ലേ? അതിൻ്റെ ഒരു വശത്ത് എന്തുണ്ടാവും? ഒരു ചരടുണ്ടാവും അല്ലേ? ഈ ചരട് ഇവനിങ്ങനെ അയച്ചു വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈ അയച്ചു വിടുന്തോറും പട്ടം ഇങ്ങനെ പോയി. പട്ടം മുകളിലേക്ക് അങ്ങ് പോയി. അങ്ങനെ ആകാശത്തെങ്ങനെ പോകുന്ന കാണുമ്പോൾ അപ്പുക്കുട്ടൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം അല്ലേ? നിങ്ങളും പട്ടം പറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പട്ടം എന്തുമാത്രം ഉയരത്തിലേക്ക് പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ എന്താ? നമ്മുടെ ഉള്ളിലൊരു വലിയ സന്തോഷമുണ്ടല്ലേ എന്ന് പറഞ്ഞു പോലെ അപ്പുക്കുട്ടൻ്റെ മനസ്സിലും ഭയങ്കര സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ മുകളിലെത്തിയ പട്ടത്തെ നോക്കിയപ്പം നല്ല ആകാശം,
നല്ല നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ. പട്ടം വിചാരിച്ചു, ഈ പട്ടത്തിൻ്റെ ചരട് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? അപ്പുക്കുട്ടൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അങ്ങനെ പട്ടം വിചാരിച്ചു, അപ്പുക്കുട്ടൻ്റെ കയ്യിലിരുന്നാൽ എനിക്ക് ഇത്രയൊക്കെ കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പുക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും? എനിക്ക് ഈ പ്രദേശം മുഴുവനും, ആകാശത്തുള്ള മുഴുവൻ കാഴ്ചകളും കണ്ട് അങ്ങനെ നല്ല രസത്തിൽ അങ്ങനെ നടക്കാമെന്ന് ഈ പട്ടം വിചാരിച്ചു. അപ്പം നമ്മുടെ പട്ടം എന്ത് ചെയ്യുന്നതെന്ന് അറിയാവോ? ഒരു കാറ്റ് വന്നപ്പോൾ പട്ടം ഒന്ന് ആഞ്ഞങ്ങ് പിടിച്ചു. വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും പട്ടത്തിന് എന്ത് സംഭവിച്ചു? അതിൻ്റെ ചരടിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അത് പൊട്ടിപ്പോയി. അപ്പം പട്ടത്തിന് ഭയങ്കര സന്തോഷം. പട്ടം അങ്ങനെ പറന്ന് 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 അങ്ങനെ നടക്കണം. പക്ഷെ താഴെ അതിൻ്റെ ചരട് പിടിച്ചു നിൽക്കുന്ന അപ്പുക്കുട്ടനോ? സങ്കടം. നമ്മുടെ കയ്യിൽ നിന്ന് പട്ടം പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ എന്തൊരു സങ്കടമായിരിക്കും അല്ലേ? അപ്പം അപ്പുക്കുട്ടൻ നിന്ന് കരയാൻ തുടങ്ങി. പാറിപ്പോയ പട്ടം ഇങ്ങനെ സന്തോഷിച്ച് നടക്കുന്ന സമയത്താണ് പട്ടം കാണുന്നത് എന്താ? ഒരു വലിയ കാറ്റും കോളും. പട്ടത്തിനാകെ പേടിയാകാൻ തുടങ്ങി. ഇനി പട്ടത്തിന് രക്ഷയുണ്ടോ? പട്ടത്തിന് ഒരു രക്ഷയുമില്ല. കാരണം എന്താ? തൻ്റെ ചരട് ആരിൽ നിന്ന് വിട്ടുപോന്നു? അപ്പുക്കുട്ടൻ്റെ അടുത്ത് ഇനി തിരിച്ചു പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു വലിയ കാറ്റ് വന്നപ്പോൾ ഈ പട്ടം ചെന്ന് ദൂരെയുള്ള ഒരു മരത്തിലോട്ടങ്ങ് തള്ളി അടിച്ചു കയറി. അത് കുത്തി കീറി പൊട്ടിപ്പോയി. മാത്രമോ അതിനുശേഷം ഒരു പേമാരി അങ്ങോട്ട് പെയ്തു. അതോടുകൂടി പട്ടത്തിൻ്റെ കഥ തീർന്നു. അപ്പോൾ ഈ കഥയിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതൊരു കൊച്ചു കഥയാണ്. ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ കഥയിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? പട്ടം ആരുടെ കൂടിയായിരുന്നു ഇരുന്ന് വെച്ചത്? ആദ്യമേ അപ്പുക്കുട്ടൻ്റെ അടുത്തുനിന്ന്. അപ്പം അപ്പുക്കുട്ടനോട് ചേർന്നിരുന്നപ്പോൾ പട്ടത്തിന് അതിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ജീവൻ ഇനിയും കിട്ടിയേനെ അല്ലേ എന്ന് പറഞ്ഞതുപോലെ, ഈ കഥയിൽ പറഞ്ഞതുപോലെ നമ്മളും ആരോട് ചേർന്നിരിക്കണം എന്നാണ് സിസ്റ്റർ പറഞ്ഞു വരുന്നത്? ഈശോയോട് നമ്മൾ ചേർന്നിരുന്നാൽ നമ്മുടെ ജീവിതവും വലിയ അനുഗ്രഹമുള്ളതായി തരും. ഇനി എപ്പോഴൊക്കെ നമ്മൾ ഈശോയോട് ചേർന്നിരിക്കണ്ടേ? പഠിക്കുമ്പോൾ മാത്രം ചേർന്നിരുന്നാൽ മതിയോ? പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈശോയോട് കൂടി ചേർന്നിരിക്കുന്നത്. പിന്നെ എപ്പോഴൊക്കെയാ? കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോൾ പോലും ആരോട് ചേർന്നിരിക്കണം? നമ്മൾ ഈശോയോട് നമ്മൾ ചേർന്നിരിക്കണം. അങ്ങനെയാണ് വിശുദ്ധരുടെ ജീവിത കഥകളൊക്കെ നോക്കുമ്പോൾ അറിയാം. വിശുദ്ധ ഡൊമിനിക് സാവിയൊക്കെ നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു അല്ലേ? കുഞ്ഞുനാൾ മുതലേ വിശുദ്ധിയിൽ വളർന്നു വന്നവരായിരുന്നു. അവൻ പഠിക്കുമ്പോഴും കളിക്കുമ്പോൾ പോലും അവന് ദൈവത്തോട് ചേർന്നിരുന്ന അങ്ങനെ ഒരു കൊച്ചു വിശുദ്ധൻ അല്ലേ? കുട്ടികളുടെ വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഇതുപോലെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് എത്ര വർഷം മുമ്പാണ് ഡൊമിനിക് സാവിയൊക്കെ മരിച്ചുപോയത് അല്ലേ? എന്നിട്ട് ഇപ്പോഴും നമ്മൾ വിശുദ്ധ ഡൊമിനിക് സാവിനെ ഓർക്കുന്നില്ലേ? എന്തുകൊണ്ടാ? ഇവരൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്നവരായതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും അവരെയൊക്കെ ഓർക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളും ആരോട് ചേർന്നിരിക്കണം? ഈശോയോട് ചേർന്നിരിക്കണം. തായ്തണ്ടിനോട് ശാഖകൾ ചേർന്നിരിക്കുന്നത് പോലെ ഈശോയോട് ചേർന്ന് നിന്നിരുന്നാൽ നമ്മുടെ പഠനവും നമ്മുടെ ജീവിതവും നമ്മുടെ കളികളും എല്ലാം നമ്മുടെ കുടുംബവും എല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇനി നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണ്ടേ? നമ്മളും ഈശോയോട് ചേർന്നിരുന്നുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് സ്കൂളിലും വീട്ടിലും നാട്ടിലും ഒക്കെ നല്ല കുഞ്ഞുങ്ങളായി, നല്ല മാതൃകയായിട്ടുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, മുന്തിരിച്ചെടിയോട് ശാഖകൾ ചേർന്നിരുന്ന് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെയും ഫലവത്താക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറാതെ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ഒരിക്കലും വഴിതെറ്റിപ്പോകാതെ ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെ ഈശോയെ മരണം വരെ അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തുവാൻ
ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കാൻ നാടിനും കുടുംബത്തിലും നാട്ടുകാർക്കും എല്ലായിടത്തും നല്ല കുഞ്ഞുങ്ങളായി നല്ല മാതൃകളായി ജീവിക്കുവാൻ, നിന്നോട് ചേർന്നിരുന്നുകൊണ്ട് ജീവിക്കുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പുഞ്ചിരി തൂക്കൊണ്ട് നന്മ ചെയ്യുന്ന പൂമ്പാറ്റകളായി നമുക്കും പാറി പറന്ന് നടക്കേണ്ടേ? വാ കൂട്ടുകാരി, ആർ യു റെഡി? നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു പാട്ട് പാടിയാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ പാട്ട് പാടാൻ? പാട്ട് പാടാനും ആക്ഷൻ ചെയ്യാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പോൾ ഈശോ തന്ന നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമുക്ക് അവിടുത്തെ പാട്ടുപാടിയും നൃത്തമാടിയൊക്കെ നമുക്ക് സ്തുതിക്കണ്ടേ? ഓക്കെ, അപ്പോൾ സിസ്റ്റർ പാടിത്തരും, നിങ്ങളത് ഏറ്റ് പാടണം. തന്ദിനം തക താന്തിനോ തന്ദിനം തക താന്തിനോ. പാടിക്കേ. തന്ദിനം തക താന്തിനോ തന്ദിനം തക താന്തിനോ തന്ദിനം തക താന്തിനോ തകതിമി തക താന്തിനോ. ഈശോ
ഈശോയെ